hi students, welcome to Manorama Horizon. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ മാഗ്നറ്റ്സ് ആൻഡ് എർത്ത് ആസ് എ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഓൾസോ എർത്ത് ആസ് എ മാഗ്നറ്റ്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഈ കാണിച്ചേക്കുന്ന ഒരു മാഗ്ലവ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ ആണ്, വിച്ച് യൂസസ് എ ടെക്നിക് കോൾഡ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ഓക്കെ, സോ ഇതൊരു ഹൈ സ്പീഡ് ട്രെയിൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് ജനറലി നോൺ ആസ് മാഗ്ലവ്. മാഗ്ലവ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലെവിറ്റേഷന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. സോ ഈ ട്രെയിനിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിനിന് ഡസ് നോട്ട് ഹാവ് എ വീൽസ് ഇല്ല, പകരം വീൽസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. പകരം എന്താണ്, രണ്ട് സെറ്റ് ഓഫ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ട്രെയിൻ റൺ ചെയ്യുന്നത്. ഓക്കെ, സോ ദർ വിൽ ബി ടു സെറ്റ് ഓഫ് മാഗ്നറ്റ്. ആ വീലുള്ളതിന് പകരം രണ്ട് സെറ്റ് ഓഫ് മാഗ്നറ്റ്സ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ആ മാഗ്നറ്റ് വെച്ചിട്ടാണ് ഈ ട്രെയിൻ റൺ ചെയ്യുന്നത്. സോ വീൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ട്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, ഫ്രിക്ഷൻ കുറവായിരിക്കും. സോ ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് നമുക്ക് മാക്സിമം സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു ഹൈ സ്പീഡ് ട്രെയിൻ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എന്താണ്, ടു സെറ്റ് ഓഫ് മാഗ്നറ്റ് ആണെന്ന് ആദ്യം പറഞ്ഞു അല്ലേ. സോ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ട്രെയിൻ റൺ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ മാഗ്നറ്റ്? എന്താണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്? മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഡെയിലി കണ്ടുവരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. പല ഇൻസ്റ്റൻസസിൽ നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ മാഗ്നറ്റ്? മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഒബ്ജക്ട് വിച്ച് ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എന്ത്, മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ അട്രാക്ട് അതർ മെറ്റീരിയൽസ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഇറ്റ് ക്യാൻ അട്രാക്ട് അതർ മെറ്റീരിയൽസ് വെയർ ലൈക്ക് പോൾ ഗെറ്റ് റിപ്പൽഡ് ആൻഡ് അൺലൈക്ക് പോൾസ് ഗെറ്റ് അട്രാക്റ്റഡ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ രണ്ട് ടൈപ്പ് ആണ് മാഗ്നറ്റിക് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. മാഗ്നറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ മാഗ്നറ്റ്സ് ആണ്. സോ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മാഗ്നറ്റ്സ് ദാറ്റ് ആർ ഒബ്റ്റൈൻഡ് ഡയറക്ട്ലി ഫ്രം നേച്ചർ ഈസ് കോൾഡ് നാച്ചുറൽ മാഗ്നറ്റ്. അതായത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഒബ്ജക്ട്സിൽ ചില ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ ചില മെറ്റീരിയൽസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് അട്രാക്ട് അതർ മെറ്റീരിയൽസ്, റൈറ്റ്. സോ നാച്ചുറലി കിട്ടുന്ന ചില ഒബ്ജക്ട്സ് ഓർ മെറ്റീരിയൽസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സിന് നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോഡ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കല്ലാണ്. ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈക്ക് പ്രീ ഹിസ്റ്റോറിക് ഫോം ഓഫ് അതൊരു വളരെ പഴക്കമുള്ള ഒരു കല്ല്, പണ്ടേ കണ്ടുപിടിച്ച ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് വിച്ച് ഹാസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്. ഓക്കെ, സോ ലോഡ് സ്റ്റോൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ മാഗ്നറ്റ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്ന് നാച്ചുറൽ മാഗ്നറ്റ്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആയിരിക്കും. സോ മാഗ്നറ്റ്സ് ദാറ്റ് ആർ മാൻ മെയ്ഡ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് നമ്മുടെ യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റ്സ് ആണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് നോൺ ആസ് ടെമ്പററി മാഗ്നറ്റ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, സോ ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, തൽക്കാലത്തേക്ക്. സോ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ ടൈമിലത്തേക്ക് മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി തരുന്ന ഒരു മാഗ്നറ്റിനെയാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് യൂസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മാഗ്നറ്റിനാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ടെമ്പററി മാഗ്നറ്റ്. സെക്കൻഡ് വൺ ഈസ് പെർമനന്റ് മാഗ്നറ്റ്. സോ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് പെർമനന്റ് ആയിട്ട് ഉണ്ടായിരിക്കും. സോ ടൈം പോകും തോറും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചസ് ഉണ്ടാവില്ല. സോ പെർമനന്റ്ലി ഇറ്റ് വിൽ ഓൾവേസ് ബി എ മാഗ്നറ്റ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ബാർ മാഗ്നറ്റ്. സോ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പെർമനന്റ് മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ്. സോ മാഗ്നറ്റ് എന്താന്ന് പറഞ്ഞു, മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്ട് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ അട്രാക്ട് അൺലൈക്ക് പോൾസ് ആൻഡ് ഇറ്റ് ക്യാൻ ഡിഫ്ലക്ട് ലൈക്ക് പോൾസ്. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചേക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് ആണ്. ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, സസ്പെൻഡഡ് ടു എ റിംഗ്, ഒരു റിംഗിൽ വെറുതെ സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കാണ് ഒരു ബാർ മാഗ്നറ്റിന്. ഓക്കെ, സോ എന്തായിരിക്കും സംഭവിക്കുന്നത്, വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ബാർ മാഗ്നറ്റ്, എന്തെങ്കിലും സംഭവിക്കൂ? സോ വെന്നെവർ നമ്മളൊരു ബാർ മാഗ്നറ്റിന് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു റിംഗിൽ സസ്പെൻഡ് ചെയ്ത് വെക്കുമ്പോൾ ബാർ മാഗ്നറ്റിൽ ചില ആക്ഷൻസ് സംഭവിക്കും, വിച്ച് ഈസ് ബാർ മാഗ്നറ്റ് വിൽ ഗെറ്റ് അലൈൻഡ് ഇൻ ടു എ സെർട്ടൈൻ ഡയറക്ഷൻ. ഓക്കെ, അലൈൻഡ് ഇൻ ടു എ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ ഏതായിരിക്കും, അലൈൻഡ് ഇൻ ടു നോർത്ത് സൗത്ത് ഡയറക്ഷൻ. സോ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് നമ്മളൊരു ബാർ മാഗ്നറ്റിനെ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിനെ നമ്മൾ ഫ്രീലി സസ്പെൻഡ് ചെയ്യുമ്പോൾ
അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ചുറ്റുമുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് അലൈൻ ചെയ്യും. അലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലോട്ട് അതിന്റെ ആ ബാർ മാഗ്നറ്റ് ഡയറക്ഷൻ മാറും. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പറയുന്നത് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ്. സോ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. സോ വാട്ട് ഈസ് ദ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി? എ മാഗ്നറ്റ് possesses ഡയറക്ഷണൽ പ്രോപ്പർട്ടി ദാറ്റ് എ ഫ്രീലി മൂവിംഗ് മാഗ്നറ്റ് ഓൾവേസ് അലൈൻ ഇറ്റ്സെൽഫ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. സോ നമ്മൾ മാഗ്നറ്റിനെ ഏതൊരു ഡയറക്ഷനിൽ വെച്ചാലും അത് ഓട്ടോമാറ്റിക്കലി നോർത്ത് സൗത്ത് ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്യും. സോ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻഡ് ഓഫ് ദ മാഗ്നറ്റിക് പോൾ പോയിന്റിംഗ് ടുവേർഡ്സ് ദ നോർത്ത് ഈസ് കോൾഡ് നോർത്ത് പോൾ. അതായത് ഈ ഡയറക്ഷണൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളിപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നാൽ, ഇഫ് ഐ എം ഗിവിംഗ് എ ബാർ മാഗ്നറ്റ് ടു യു ആൻഡ് ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ബാർ മാഗ്നറ്റിന്റെ നോർത്ത് ആൻഡ് സൗത്ത് പോൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഫ്രീ ആയിട്ട് ടൈ ചെയ്ത് വെക്കണം. സോ ദാറ്റ് ആ ബാർ മാഗ്നറ്റ് വിൽ അലൈൻ ഇറ്റ് സെൽഫ് ടു ദ ഏത് ഡയറക്ഷൻ, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. സോ നോർത്തിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്ന, അതായത് നമ്മളെ എർത്തിന്റെ നോർത്തിലോട്ട് പോയിന്റ് ചെയ്തേക്കുന്ന ഡയറക്ഷൻ വിൽ ബി ദ നോർത്ത് പോൾ ആൻഡ് ദി എൻഡ് ഓഫ് ദ മാഗ്നറ്റ് പോയിന്റിംഗ് ടുവേർഡ്സ് ദ സൗത്ത് വിൽ ബി ദ സൗത്ത് പോൾ. ഓക്കെ, സോ ഈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പോൾസിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മാഗ്നറ്റിന്റെ പോൾസിന്റെ ഡയറക്ഷൻ നമുക്ക് ഈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷണൽ ഇൻസ്ട്രുമെന്റ് ആണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. സോ ഇത് ഈ മാഗ്നറ്റിക് കോമ്പസ് നിങ്ങൾ പല ഇൻസ്റ്റൻസസിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മാഗ്നറ്റിക് കോമ്പസ് പണ്ട് മുതലേ ലൈക്ക് ട്രാവലേഴ്സും എന്താണ് വാണ്ടറേഴ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നതാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. സോ ദേ യൂസ് ഇറ്റ് ഫോർ ഫൈൻഡിങ് ദ ഡയറക്ഷൻ. ഒരു ഭൂമിയിൽ നമ്മൾ ഒരു എവിടോട്ടെങ്കിലും പോകുമ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് കോമ്പസ് കണ്ടുപിടിക്കുന്നത്. ഒരു യാത്ര ചെയ്യുമ്പോൾ വി വിൽ ക്യാരി എ മാഗ്നറ്റിക് കോമ്പസ് സോ ദാറ്റ് നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈസ് എ ഇൻസ്ട്രുമെന്റ് വിച്ച് വി യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഇൻ എ പർട്ടിക്കുലർ വേ. അത് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് എന്താന്ന് പറഞ്ഞു. നമ്മളൊരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. സോ സിമിലർ ആപ്ലിക്കേഷൻ ആണ് മാഗ്നറ്റിക് കോമ്പസിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി നിങ്ങൾക്ക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ടു ഫൈൻഡ് ദ ഡയറക്ഷൻ വി യൂസ് ദ മാഗ്നറ്റിക് കോമ്പസ് അല്ലേ. സോ ഇവിടെയും ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ട്. നീഡിൽ വിച്ച് ഈസ് അലൈൻഡ്, അല്ലെങ്കിൽ ഒരു നീഡിൽ, ഒരു പ്ലാസ്റ്റിക് കേസിലോ അലുമിനിയം കേസിലോ റസ്റ്റ് ചെയ്തേക്കുന്ന ഒരു നീഡിൽ ഉണ്ട്. സോ ഈ നീഡിൽ ഈസ് ഫ്രീ ടു മൂവ്. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഈ മാഗ്നറ്റിക് കോമ്പസിന്റെ നീഡിൽ മൂവ് ചെയ്യും. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കോമ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് നീഡിൽ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി ഇൻസൈഡ് ആൻ അലുമിനിയം ഓർ എ പ്ലാസ്റ്റിക് കേസ്. സോ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിക് നീഡിലാണ് മാഗ്നറ്റിക് കോമ്പസിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. സോ വെൻ പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് ദ മാഗ്നറ്റിക് നീഡിൽ ഇൻ ഇറ്റ് കംസ് ടു റെസ്റ്റ് ക്വിക്ലി ഇൻ ദ ഏത് ഡയറക്ഷൻ, നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മളൊരു ഹൊറിസോണ്ടൽ സർഫസിൽ ഈ മാഗ്നറ്റിക് കോമ്പസ് വെച്ച് നോക്കുമ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനെ പോയിന്റ് ചെയ്തിട്ട് ഈ നീഡിൽ ഒന്ന് റെസ്റ്റിൽ നിൽക്കും. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ലൈക്ക് നമ്മൾ നിൽക്കുന്ന പോയിന്റിന്റെ നോർത്ത് ഡയറക്ഷനും സൗത്ത് ഡയറക്ഷനും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ബാക്കി രണ്ട് ഡയറക്ഷനും ഏതാന്നുള്ളത് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് വൈ ട്രാവലേഴ്സ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നത്. ട്രാവലേഴ്സും ഷിപ്പിൽ പോകുന്നവരും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എന്ത്, മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നോർത്ത് സൗത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ട്രാവലേഴ്സ് യൂസ് മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ, സോ ഈ മാഗ്നറ്റിക് കോമ്പസ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? മാഗ്നറ്റിക് കോമ്പസ് യൂസസ് എന്ത് പ്രിൻസിപ്പിൾ ആണ്? യൂസസ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് വർക്ക് ചെയ്യുന്നത്. യൂസസ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മൾ ഒരു മാഗ്നറ്റിക് കോമ്പസ്, അതായത് മാഗ്നറ്റിക് കോമ്പസിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സെർട്ടൺ ഡയറക്ഷൻ, നോർത്ത് സൗത്തോ അല്ലെങ്കിൽ സൗത്ത് നോർത്ത് ഡയറക്ഷൻ, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഭൂമിയിൽ ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കുകയാണ് ആൻഡ് ഐ ആം യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ് അസ്യൂം ചെയ്യാം. സോ ഞാൻ മാഗ്നറ്റിക് കോമ്പസ് നോക്കുമ്പോൾ മാഗ്നറ്റിക് കോമ്പസിന്റെ നീഡിൽ ഒരു പർട്ടിക്കുലർ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റും എർത്തിന്റെ നോർത്തും എർത്തിന്റെ സൗത്തും ഏതാണെന്ന്. സോ അങ്ങനെ അലൈൻ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ.
ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മാഗ്നറ്റിക് കോമ്പസിന്റെ അകത്തുള്ള നീഡിൽ ആ പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യത്തുള്ളൂ. സോ ആ കോമ്പസ് അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ആദ്യമേ പറഞ്ഞു ഡയറക്റ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളൊരു മാഗ്നറ്റിക് ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ടൈ ചെയ്താൽ ആ ബാർ മാഗ്നറ്റ് വിൽ അലൈൻ ടു എ സെർട്ടൈൻ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. സോ എർത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ആ മാഗ്നറ്റ് ബാർ മാഗ്നറ്റ് നമ്മൾ ഫ്രീലി ടൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസിനകത്തുള്ള മാഗ്നറ്റിക് നീഡിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ആവുന്നത്. വിച്ച് മീൻസ് ദാറ്റ് എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ എർത്ത് ഈസ് ഓൾസോ എ മാഗ്നറ്റ്, റൈറ്റ്? ഇപ്പൊ എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ഒരിക്കലും നമ്മളൊരു ബാർ മാഗ്നറ്റിനെ നമ്മൾ ജസ്റ്റ് റാൻഡംലി ഫ്രീ ആയിട്ട് ടൈ ചെയ്തിടുമ്പോൾ ബാർ മാഗ്നറ്റിന് ഡയറക്ഷണൽ ചേഞ്ചസ് ഉണ്ടാവില്ല. സോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു മാഗ്നറ്റ് ഉണ്ടാവണം, ഒരു നിയർ ബൈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ബാർ മാഗ്നറ്റിന് ഡയറക്ഷണൽ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. സോ എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. കാരണം ആ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് മാഗ്നറ്റിക് കോമ്പസിന്റെ നീഡിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ലൈക്ക് എർത്തിന് ഒരു ആക്സിസ് ഉണ്ടെന്ന് അറിയാം. സോ ആ ആക്സിസ് എന്ന് പറയുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് അല്ല, ടിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജോഗ്രഫിക് ആക്സിസ് ഉണ്ട്. ഓക്കെ, എർത്തിന്റെ റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കലിൽ നിന്നും 23 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ടാണുള്ളതെന്ന് അറിയാം. ഓക്കെ, സോ ഈ കാണിച്ചേക്കുന്നത് റൊട്ടേഷൻ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണിച്ചേക്കുന്ന റൊട്ടേഷണൽ ആക്സിസ് ആണ്. സോ എർത്തിന്റെ ലൈക്ക് ഈ ഒരു പോർഷൻ, ഈ റൊട്ടേഷണൽ ആക്സിസിന്റെ ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് പറയും? എർത്തിന്റെ ജോഗ്രഫിക് നോർത്ത് പോൾ എന്ന് പറയും. ഓക്കെ, ജോഗ്രഫിക് നോർത്ത്. ആൻഡ് താഴെ നമുക്കറിയാം അന്റാർട്ടിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റ് ഉണ്ട്. സോ ആ കോണ്ടിനെന്റിലാണ് എന്തുള്ളത്? ജോഗ്രഫിക് സൗത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്ലൂ കാണിച്ചേക്കുന്നത് ജോഗ്രഫിക് സൗത്ത് പോൾ ആയിരിക്കും. ഓക്കെ, സോ എർത്തിന് 2 ജോഗ്രഫിക് പോൾസ് ഉണ്ട്, ജോഗ്രഫിക് നോർത്തും ഉണ്ട്, ജോഗ്രഫിക് സൗത്തും ഉണ്ട്. ഓക്കെ, സിമിലർലി എർത്തിന് തന്നെ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്ത് പോളും ഉണ്ട്. സോ അതിന്റെ ഡയറക്ഷൻ എർത്തിന്റെ ജോഗ്രഫിക് നോർത്ത് പോളിന്റെയും ജോഗ്രഫിക് സൗത്ത് പോളിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് നമുക്ക് ക്യാൻ ഓൾസോ ബി റെഫർ ടു ആസ് ജിയോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ഓക്കെ, ജിയോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റെൻസ് ഇൻ ടു ലാർജ് സ്പേസ് ആൻഡ് സിമിലർ ടു എ ബാർ മാഗ്നറ്റ്. നമ്മളൊരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്ത ബാർ മാഗ്നറ്റ് ലെറ്റസ് കൺസിഡർ ബാർ മാഗ്നറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് നോർത്ത് പോൾ, ദിസ് ഈസ് സൗത്ത് പോൾ. സോ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ജനറേറ്റ് ആവുന്നത് എവിടെ നിന്നാണ്? നോർത്ത് പോളിൽ നിന്ന് ജനറേറ്റ് ആയി ഇറ്റ് എൻഡ്സ് അറ്റ് ദ സൗത്ത് പോൾ. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. സോ എർത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ നോക്കിയാലും കാണാൻ പറ്റും. ഇറ്റ് ഈസ് വെരി ലാർജ്, അതായത് ഔട്ടർ സ്പേസിലോട്ട് വളരെ ലാർജ് സ്പേസിലോട്ട് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇറ്റ് ഈസ് സിമിലർ ടു എ ബാർ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് സിമിലർ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ് ഈസ് എൻഡിങ് അറ്റ് അനദർ പോയിന്റ്, റൈറ്റ്? സോ ദിസ് ഈസ് സിമിലർ ടു എ ബാർ മാഗ്നറ്റ്. ഈ എർത്ത് എന്ന് പറയുന്ന ഒരു ലാർജ് ബാർ മാഗ്നറ്റിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ആ മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും എവിടെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ സൗത്ത് മാഗ്നറ്റിക് പോൾ ഓഫ് എർത്ത് ഈസ് ടു ദ ജോഗ്രഫിക് നോർത്ത് ആൻഡ് നോർത്ത് മാഗ്നറ്റിക് പോൾ ഈസ് ടുവേർഡ്സ് ദ ജോഗ്രഫിക് സൗത്ത്. അതായത് നമ്മുടെ ജോഗ്രഫിക് നോർത്ത് പോൾ എവിടെയാണെന്ന് അറിയാം? ആർട്ടിക് പറയുന്ന കോണ്ടിനെന്റ് ഉള്ള ഭാഗം ജോഗ്രഫിക് നോർത്തും അന്റാർട്ടിക്കയിലാണ് എന്ത് ജോഗ്രഫിക് സൗത്ത് പോൾ ഓഫ് എൻ എർത്ത് എന്ന് പറയുന്നത്. പക്ഷേ മാഗ്നറ്റിക് പോൾസിന്റെ കേസ് ആകുമ്പോൾ അത് റിവേഴ്സ് ആയിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ ഇനിഷ്യലി പറഞ്ഞു നമ്മളൊരു മാഗ്നറ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നത്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നത്. സോ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ലെറ്റസ് സേ നമുക്കൊരു ബാർ മാഗ്നറ്റ് ഉണ്ട്. സോ ബാർ മാഗ്നറ്റ് നമ്മൾ എർത്തിൽ ഫ്രീ ആയിട്ട് ടൈ ചെയ്ത് വെച്ചേക്കാന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഇതിപ്പോ എർത്താണെന്ന് പറയാം. സോ ഈ എർത്തിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നോർത്ത് പോളിന് അതായത് ജോഗ്രഫിക് നോർത്ത് പോളിന് പോയിന്റ് ചെയ്തേക്കുന്ന പോളിനെ നമ്മൾ എന്ത് പറയും? നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റും ജോഗ്രഫിക് സൗത്തിനെ സൗത്ത് പോൾ എന്നും പറയും. സോ ഈ മാഗ്നറ്റ് ഇങ്ങനെ അലൈൻ ചെയ്യണം. സോ നമുക്കറിയാം മാഗ്നറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ലൈക്ക് പോൾസ് എപ്പോഴും റിപ്പൽ ചെയ്യും. ലൈക്ക് പോൾസ് റിപ്പൽസ് അല്ലേ? ആൻഡ് അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും? അട്രാക്ട്. സോ
ആ കേസ് എടുത്ത് നോക്കിയാൽ സൗത്ത് പോളുമാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? റിപ്പൾഷനും. സൗത്ത് പോൾ ഓർ നോർത്ത് പോൾ ആണ് ഒരുമിച്ച് വരുന്നതെങ്കിൽ ദേ അട്രാക്ട് ഈച്ച് അതർ അല്ലേ? സോ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യണമെങ്കിൽ എർത്തിന്റെ മാഗ്നറ്റിക് സൗത്ത് പോളിന്റെ ഡയറക്ഷനിലായിരിക്കും എന്ത്? നമ്മുടെ മാഗ്നറ്റിന്റെ നോർത്ത് പോള് അലൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് പോളും സൗത്ത് പോളും ജിയോഗ്രഫിക് നോർത്ത് പോളിന്റെ സൗത്ത് പോളിന്റെ റിവേഴ്സ് ആവുന്നത്. സോ നോർത്ത് പോൾ ദിസ് ഈസ് ദ സൗത്ത്, അതായത് ജിയോഗ്രഫിക് നോർത്ത് പോളുള്ള പ്ലേസ് എന്ന് പറയുന്നത് എർത്തിന്റെ സദേൺ മാഗ്നറ്റിക് പോളും, ജിയോഗ്രഫിക് സൗത്ത് പോളുള്ള പ്ലേസ് അതായത് അന്റാർട്ടിക്ക ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ നോർത്ത് മാഗ്നറ്റിക് പോൾ ഓഫ് ദി എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്റാർട്ടിക്ക, യു ക്യാൻ സേ അന്റാർട്ടിക്ക ഓർ ജിയോഗ്രഫിക് സൗത്ത് എന്നാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് ദി നോർത്ത് മാഗ്നറ്റിക് പോൾ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ജിയോഗ്രഫിക് നോർത്തിനും ജിയോഗ്രഫിക് സൗത്ത് പോളിനും ഇക്വലന്റ് അല്ല മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത് പോൾ. മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത് പോൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. അതായത് ജിയോഗ്രഫിക് നോർത്ത് പോൾ എന്ന് പറയുന്നിടത്താണ് എന്ത്? മാഗ്നറ്റിക് സൗത്ത് പോൾ വരുന്നത്. ജിയോഗ്രഫിക് നോർത്ത് പോൾ ഉള്ള പ്ലേസിലാണ് എന്ത്? മാഗ്നറ്റിക് സൗത്ത് പോൾ. ഓക്കെ, മാഗ്നറ്റിക് ജിയോഗ്രഫിക് സൗത്ത് പോൾ ഉള്ളതാണ് എന്ത്? മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അടുത്ത് ചോദിക്കും മാഗ്നറ്റിക് ഫീൽഡ്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചോദിച്ചാൽ it is not equivalent to the geographic poles of earth, it is opposite to the geographic poles of earth. Okay, so എർത്തിന്റെ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ചോദിക്കാം, ലൈക്ക് ജിയോഗ്രഫിക് നോർത്ത് പോളിലുള്ള എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഏതാണെന്ന് ചോദിക്കാം. സോ ജിയോഗ്രഫിക് നോർത്ത് പോളിലുള്ള എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഏതായിരിക്കും? മാഗ്നറ്റിക് സൗത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ജിയോഗ്രഫിക് സൗത്ത് പോളിലുള്ള എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? ഇനിഷ്യലി നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മൾ മാഗ്നറ്റ്സ് എന്താന്ന് പറഞ്ഞു. എന്താണ് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് an object which create a magnetic field അല്ലേ? മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സോ ദാറ്റ് എന്ത് സംഭവിക്കും? അതിന് മറ്റ് ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യാനും റിപ്പൽ ചെയ്യാനും പറ്റും. അട്രാക്ഷൻ റിപ്പൾഷൻ എങ്ങനെയായിരിക്കും? ലൈക്ക് പോൾസ് ഗെറ്റ് റിപ്പൽഡും അൺലൈക്ക് പോൾസ് എന്ത് സംഭവിക്കും? ലൈക്ക് പോൾസ് റിപ്പൽസ്. ആൻഡ് അൺലൈക്ക് പോൾസ് എന്ത് സംഭവിക്കും? അട്രാക്ട് ഈച്ച് അതർ അല്ലേ? അൺലൈക്ക് പോൾസ് നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോഴാണ് എന്ത്? രണ്ട് മാഗ്നറ്റ്സ് തമ്മിൽ അട്രാക്ഷൻ നടക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? മാഗ്നറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. എത്ര ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത് മാഗ്നറ്റിൽ? 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻലി ഉള്ളത് മാഗ്നറ്റ്സിൽ അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനും ഉണ്ട്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനും ഉണ്ട്. സോ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റ്സ് വിച്ച് ആർ ഒബ്റ്റൈൻഡ് ഇൻ നേച്ചർ ആർ കോൾഡ് നാച്ചുറൽ മാഗ്നറ്റ്സ്. ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാൻ മെയ്ഡ് മാഗ്നറ്റ്സ് ആണ്. അതായത് നമ്മുടെ യൂസേജിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റ്സ് ആണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ആ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് തന്നെ വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. എന്താണ്? പെർമനന്റ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ്സ് അല്ലേ? പെർമനന്റ് മാഗ്നറ്റ്സും ഉണ്ട്, ടെമ്പററി മാഗ്നറ്റ്സും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് എന്താണെന്ന് പഠിച്ചു. രണ്ടാമത് പഠിച്ചത് വി സ്റ്റഡിഡ് അബൌട്ട് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഡയറക്റ്റീവ് പ്രോപ്പർട്ടി അല്ല ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്താണ്? നമ്മളൊരു മാഗ്നറ്റിനെ ഫ്രീലി സസ്പെൻഡ് ചെയ്ത് വെച്ചാൽ ആ മാഗ്നറ്റ് എപ്പോഴും ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ, അതായത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ഓക്കെ, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിനെയാണ് എന്ത്? ഡയറക്റ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് തരുന്ന ഒരു മാഗ്നറ്റിന്റെ പോൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ വിച്ച് എവർ പോൾ, ഏത് നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന അല്ലെ നോർത്തിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിന്റെ എൻഡ് വിൽ ബി ദ നോർത്ത് പോളും, സൗത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന അല്ലെ സൗത്തിൽ പോയിന്റ് ചെയ്യുന്ന മാഗ്നറ്റിന്റെ എൻഡിനെ നമ്മൾ സൗത്ത് പോൾ എന്നും പറയും. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചത് എന്താണ്? വി സ്റ്റഡിഡ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എർത്ത്. നമ്മുടെ എർത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു. എർത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകത എന്താണ്? ലാർജ് സ്പേസിന്റെ ലാർജ് ലൈക്ക് വാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ്.
അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് സിമിലർ ആണ്? ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് സിമിലർ ആണ് എന്ത്? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമുക്ക് എർത്തിന്റെ ജോഗ്രഫിക് നോർത്തും എർത്തിന്റെ ജോഗ്രഫിക് സൗത്ത് പോളും അറിയാം. ജോഗ്രഫിക് നോർത്ത് എന്ന് പറയുന്നത് ആർട്ടിക് പ്രദേശത്തും ജോഗ്രഫിക് സൗത്ത് പോൾ എന്ന് പറയുന്നത് എന്താ? അന്റാർട്ടിക്കയിലുമാണ് ജോഗ്രഫിക് സൗത്ത് പോൾ ഉള്ളത്. പക്ഷെ എർത്തിന്റെ മാഗ്നറ്റിക് പോൾസ് വരുമ്പോൾ അത് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എർത്തിന്റെ മാഗ്നറ്റിക് പോൾസിനെ കുറിച്ച് പഠിച്ചു. സോ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലെറ്റസ് ഇതിപ്പോ എർത്ത് ആണെങ്കിൽ ദിസ് സദേൺ പാർട്ട് അല്ലെങ്കിൽ അന്റാർട്ടിക്ക സദേൺ ഹെമിസ്ഫിയറിൽ ഉള്ളതാണ് എന്ത്? എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് നോർത്ത്. അതുപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് എന്ത്? എർത്തിന്റെ മാഗ്നറ്റിക് സൗത്ത് പോൾ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മാഗ്നറ്റിക് നോർത്ത് പോൾ. സോ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സദേൺ ഹെമിസ്ഫിയറിൽ നിന്നും എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലുമാണ്. ഓക്കെ, സോ ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ആൻഡ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈസ് ഇക്വലന്റ് ടു എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ് സിമിലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന് സിമിലർ ആണെന്ത്? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു മാഗ്നറ്റിസം, അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ബേസിക്കലി ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ മാഗ്നറ്റിസത്തിൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകതകളും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. Manorama Horizon, learning made simple.